ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചത്തിട്ടില്ല, ജീവനോടെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഷോർട്സിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, വീഡിയോ ഇല്ലേ. കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു, എന്താ വീഡിയോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതിലല്ല ഞാൻ, അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇല്ലാതിരിക്കുന്നത്. ആദ്യം കുറച്ച് മടിയായിരുന്നു, മടി പിടിച്ചിരുന്ന്. പിന്നെ ഇപ്പോൾ വീട് പണിയിലേക്ക് കടന്നിരിക്കുകയാണ്, ഒരു വീട് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെയല്ല, നമ്മുടെ ഓൾറെഡി ഒരു വീടുള്ള പറമ്പിൽ തന്നെയാണ് നമ്മളൊരു വീട് കൂടി വെക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, നമ്മുടെ ചെടികളൊക്കെ പ്രശ്നത്തിലാണ്. മണ്ണിലുണ്ടായിരുന്ന കുറേ ചെടികളൊക്കെ പോയി, അങ്ങനെ മൊത്തത്തിൽ കുറച്ച് പ്രശ്നത്തിലാണ്. പിന്നെ ഇപ്പോൾ നനച്ച് തന്നെ എല്ലാ സ്ഥലത്തും എത്തുന്നില്ല, കുറേ ചെടികളൊക്കെ നശിച്ചു പോയി, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, മറന്നു പോരുത് തന്നെ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഈ പൂവ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു ചെടിയായിപ്പോയി. കാരണം നമ്മൾ ചില ചെടികൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനത്തെ ഒരു ചെടിയാണിത്, ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്ന് പറയുന്ന ഈ ചെടി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഇതിൽ പൂ വിരിഞ്ഞിരിക്കണ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ ഒരു കട്ടിങ് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ, ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. ഇത് നല്ല കനമുള്ള ടൈപ്പ് ഇതളാണ് ഇതിൻ്റെ, നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പൂവിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇത് ക്ലൈംബറാണ്, പടർന്നു കയറി വളരുന്ന അങ്ങനത്തെ ഒരു ചെടിയാണിത്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇതിനെ ഇപ്പോൾ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ്. നല്ല കനമുള്ള ഇതളുകളുള്ള നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും, ഓറഞ്ച് കളറിലുള്ള പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഇലകളിൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ തണ്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വേരുകൾ വന്നിട്ടുണ്ടാവും, ഇതാ കണ്ടാവും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ പിടിപ്പിക്കാം. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തൈ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ പറയുന്നത് ഇതിന് വളമേ കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് ഒത്തിരി കാട് പിടിച്ച് വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇലകളും, ഇതിപ്പോൾ ഒരു ഇരുമ്പ് പൈപ്പിലാണ് ഇതിങ്ങനെ കയറിപ്പോകുന്നത്, കണ്ടോ. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും കയറിപ്പോയി വളരുന്നൊരു ചെടിയാണ്. പക്ഷേ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് അകത്തി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കാട് പിടിച്ച് മരം പോലെ വളരുന്നൊരു ചെടിയായതുകൊണ്ട് നമ്മൾ വീടിനോട് ചേർന്ന് നമ്മൾ ബാൽക്കണിയിലേക്കൊക്കെ പടർത്താനൊന്നും ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര വേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തറയൊക്കെ പൊളിച്ച് വേര് കയറിയൊക്കെ പോകും, അങ്ങനെയൊക്കെ വളർന്നു വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് അടുപ്പിച്ച് വളർത്താതിരിക്കുക. ഗേറ്റിനോടൊക്കെ ചേർന്നോ ദൂരേക്ക് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ദൂരെ മാറ്റി വെച്ച് വളർത്തുക. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചട്ടിയിൽ വളർത്താം. ഇപ്പം ഞാൻ ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ചട്ടിയിൽ വെച്ച് വളർത്തിയിട്ടും പൂവ് ഉണ്ടായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൂവ് വിരിഞ്ഞ് വരുന്നൊരു ചെടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ വളർത്താം. ഇതുപോലെ ചട്ടിയിൽ വെച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ വേറെ ദൂരേക്കൊന്നും ഇത് പൊട്ടിയൊന്നും വളർന്നു വരില്ല. സാധാരണ ഇത് വേരിലൊക്കെ പൊട്ടി ദൂരത്തേക്ക് തൈയായി അങ്ങനെ കാട് പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. എപ്പോഴും ഇതിനെ പ്രൂൺ ചെയ്ത് വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ചട്ടിയിലാണെങ്കിലും നമ്മൾ നിലത്ത് വെച്ച് വളർത്തുകയാണെങ്കിലും നന്നായിട്ട് പ്രൂൺ ചെയ്ത് വളർത്തുക. അപ്പോൾ ഇതിന് രാവിലെ മാത്രം വെയിൽ കുറച്ച് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ചെടി ഇരിക്കുന്നത്. ഇത് നല്ല വെയിലിൽ വെക്കാം നമുക്ക്. സമ്മർ സീസണിൽ നന്നായിട്ട് ഇതിലിങ്ങനെ പൂക്കളുണ്ടാവും. ഒത്തിരി നമുക്ക് ഈ ക്ലൈമ്പിംഗ് റോസൊക്കെ പടർത്തി വളർത്തുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ ഓരോ ഷേപ്സൊക്കെ ഉണ്ടാക്കി വെച്ച് അതിലൊക്കെ പടർത്തി വിട്ട് വളർത്താവുന്ന ചെടിയാണ്. പക്ഷേ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ചട്ടിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനിപ്പോൾ അങ്ങനെ ഒരുപാട് കാട് പിടിച്ച് വളരാനുള്ളൊരു അവസ്ഥയില്ല, കണ്ടോ. എന്നിട്ട് പോലും ഇതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് മരം പോലെ വളർന്ന് ഇപ്പം തന്നെ നല്ല കട്ടിയിൽ ഇതിൻ്റെ തണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കട്ടിയിലായാലാണ് ഇതിൽ പെട്ടെന്ന് പൂക്കൾ വരുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ കട്ടിയിൽ തണ്ടായി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിന് ചാണകപ്പൊടി മാത്രമാണ് ഈ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല, കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കാട് പിടിച്ച് പോവാതെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും, നല്ല ഭംഗിയുള്ള ഓറഞ്ച് പൂക്കൾ. ഇതാണ് ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ വീഡിയോസായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.